അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും എന്തേ ഇന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം മീട്ടും ഗന്ധർവൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഈണങ്ങളുടെ വെടിക്കെട്ട് തീർത്ത സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ. തന്റെ സംഗീതത്തിലൂടെ വ്യത്യസ്ത അനുഭൂതി ഒരു കടൽത്തിര എന്ന പോലെ മലയാളികളുടെ പാട്ടുപെട്ടിയിൽ നിറച്ചവൻ. വിദ്യാസാഗർ ഒരുക്കിയ പാട്ടുകൾക്ക് പൊൻപുലരിയിൽ പവനരച്ച തൂക്കമുണ്ടായിരുന്നു. മനോഹരമായ മെലഡി ഈണങ്ങളെ ഫാസ്റ്റ് നമ്പറിൽ ഒരുക്കാൻ ഈ സംഗീതജ്ഞന്റെ കൈകൾ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. മലയാളത്തിലെ തന്റെ ചെറിയ മുഷ്ണ കാലഘട്ടത്തിന് ശേഷം ഇതിഹാസനായ MT തിരക്കഥ എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമരയിലൂടെ അദ്ദേഹം വീണ്ടും രംഗത്തെത്തി. അനുരാഗ വിലോചനായി എന്ന ഗാനം ആരാധനയുടെ പ്രിയങ്കരനായി മാറി. അപൂർവരാഗം, മേക്കപ്പ് മാൻ എന്നിവയിലെ ഹിറ്റുകളുമായി അദ്ദേഹം തുടർന്നു. അതേസമയം തമിഴ് കാർത്തിയുടെ സിരുത്തൈ, വിജയുടെ കാവലൻ എന്നിവയിലൂടെ അദ്ദേഹം വീണ്ടും ഹിറ്റുകൾ നൽകി. 1996 മുതൽ 2001 വരെ മലയാള സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിദ്യാസാഗർ മികച്ച സംഗീത സംവിധായകനായി മാറി. മലയാളത്തിൽ തന്റെ ആദ്യ ചിത്രമായ അഴകിയ രാവണൻ മുതൽ മീശമാധവൻ വരെ അദ്ദേഹം വലത് ചരട് തട്ടി. രാഗങ്ങളും താളങ്ങളും സമന്വയിപ്പിച്ച് ഒരു നല്ല ഈണത്തിലേക്ക് അദ്ദേഹം സ്കോർ സൃഷ്ടിച്ചു. അത് അദ്ദേഹത്തിന് 4 കേരള സംസ്ഥാന അവാർഡുകൾ പോലും നേടിക്കൊടുത്തു. വിദ്യാസാഗറിന്റെ ഈണത്തോടുള്ള ഇഷ്ടം അദ്ദേഹത്തെ മലയാള സിനിമയിലേക്ക് വീണ്ടും വീണ്ടും തിരിയാൻ പ്രേരിപ്പിച്ചു. അഴകിയ രാവണൻ, മീശമാധവൻ, ഗ്രാമഫോൺ, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കെല്ലാം മികച്ച സ്വീകാര്യത ലഭിച്ചു. ഗാനഗോപുരത്തിന്റെ ദേവദൂതനായി മണ്ണിൽ അവതരിച്ച വിദ്യാസാഗർ അത്തരത്തിൽ ഈണമിട്ട ഒരു ഗാനമായിരുന്നു തങ്കത്തിങ്കൾ കിളിയായി കുറുകാം എന്ന ഗാനം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുകൾ നനയാം നനയാം. 7 മൗനസ്വരങ്ങളെ ഗാനപ്രപഞ്ചത്തിൽ യഥേഷ്ടം വിഹരിക്കാൻ വിട്ട ഈ നാദവശ്രേഷ്ഠന് ഏറെ പ്രശംസ നേടിക്കൊടുത്ത പാട്ടുകളിൽ ഒന്നായിരുന്നു ഇത്. നിയന്ത്രിതവും എന്നാൽ ഏവരെയും ത്രസിപ്പിക്കുന്ന താളനിർമ്മിതികളായിരുന്നു ഈ ഗാനത്തിൻ്റെത്. ഏറെ വൈവിധ്യം ജനിപ്പിക്കുന്ന ഒരു സംഗീത ശബ്ദമായിരുന്നു വിദ്യാസാഗർ ഈ ഗാനത്തിനായി നൽകിയത്. അത് പൂർണ്ണമായത് KS ചിത്ര, MG ശ്രീകുമാർ എന്നീ ഗായകരിലൂടെയാണ്. ദൂരെയാരോ പാടുകയാണൊരു ദേവഹിന്ദോളം എന്ന വരികളിൽ താളാത്മകമായ ഒരു അവതരണ ശൈലി ഈ ഗാനത്തിൽ വിദ്യാസാഗർ പിന്തുടരുന്നത് കാണാം. ഒരു സംയോജിത താളത്തിന്റെ എല്ലാ ശബ്ദവും ഈ ഗാനത്തിൽ ഉണ്ടെന്ന് തന്നെ പറയാം. താരതമ്യേന ലളിതമായ പാറ്റേണിൽ ഒരുക്കിയ ഈണവും അതിൽ ആധിപത്യം പുലർത്തി മുന്നേറുന്ന താളവും സംഗീത പ്രേമികൾക്കിടയിൽ ഒരു ഗാനസ്പന്ദനമായി ഈ പാട്ടിനെ മാറ്റുന്നു.